നമസ്കാരം, വർഷയാണ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പയ്യന്നൂരിനടുത്ത് മാത്തിൽ ആലപ്പടമ്പ് കുന്നച്ചേരിയിലേക്കാണ്. KCBയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കണമെന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവിടെ എത്തിയത്. ഇവിടെ നമ്മളിൽ പലരും പലപ്പോഴും KCB ലൈനൊക്കെ വീട്ടിന് മുന്നിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൂടെയോ ഒക്കെ പോകാൻ കൺസെന്റ് നൽകിയവരായിരിക്കും. അങ്ങനെ അനുവാദം നൽകി എന്നതിന്റെ പേരിൽ മാത്രം പെട്ടുപോയ ഒരു മനുഷ്യൻ, ആലപ്പടമ്പ് കുന്നച്ചേരിയിലെ ഗോപിയേട്ടൻ, അദ്ദേഹത്തെ കാണാനാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ലൈഫ് മിഷൻ നൽകിയ ഒരു വീട്ടിലാണ് 5 വർഷമായി അദ്ദേഹം നിൽക്കുന്നത്. വീടിന് തൊട്ട് മുന്നിലൂടെ, അതായത് മുറ്റത്തോടെയാണ് KCB ലൈൻ കടന്നു പോകുന്നത്. വളരെ താഴ്ന്നാണ് കടന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അവര് വടിയൊക്കെ ഇട്ട് തട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഒരു ദുരന്തം തന്നെയായിരിക്കും സംഭവിക്കുക. എപ്പോഴും കുട്ടികളുടെ മുകളിൽ വലിയ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇങ്ങനെ നൂലമാലകളൊക്കെ ഉണ്ടാവും. KCB പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നിലയിൽ ഒരു പോസ്റ്റ് ഇടൂ, എന്നിട്ട് കേബിൾ വലിച്ച് ഇത് സുരക്ഷിതമാക്കൂ എന്നാണ്. പക്ഷെ അതിനുള്ള ഒരു വലിയൊരു തുക കണ്ടെത്താനൊന്നും ഗോപിയേട്ടനും കുടുംബത്തിനും കഴിയുന്നില്ല. KCBക്ക് ഇത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതിന് മുകളിലാണ് മനുഷ്യത്വം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 4-5 വീടുകളിലേക്ക് വൈദ്യുതി എത്താൻ വേണ്ടി തൻ്റെ വീടിന് മുന്നിലൂടെ വൈദ്യുതി ലൈൻ കടന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് ആയിരിക്കരുത് ഇത്തരത്തിലുള്ള സാങ്കേതികത്വങ്ങളൊന്നും എന്നാണ് പറയാനുള്ളത്. നമുക്ക് ഗോപിയേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താ പറയണ്ട, അവരുടെ ഒരു വിഷമം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഇവിടെ ഗോപിയേട്ടൻ്റെ വീട്ടിലേക്ക് വന്നത്, അതിനൊരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഗോപിയേട്ടൻ്റെ വീട്ടിന് മുന്നിലൂടെ പോകുന്ന ഈ KCBയുടെ ലൈൻ അത് ഇത്രയും താഴെയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു അപകടം ഉണ്ടാകുന്ന രീതിയിൽ വീട്ടിന് മുന്നിൽ വരുന്നത് ഒരു വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ടല്ലേ ഗോപിയേട്ടൻ? മഴക്കാലമൊക്കെയാണ്. അത് എത്ര കാലം, ഇപ്പൊ 5 വർഷമായി വീട്? 5 വർഷം താമസാക്കി 5 വർഷം. അപ്പോഴൊക്കെ ഇത് പരാതിയായിട്ട് പറഞ്ഞിരുന്നു? പരാതി ഒരു പ്രാവശ്യം ഒരു അപേക്ഷ കൊടുത്തത് അവർ വന്ന് നോക്കിയതാണ്. ലൈഫ് മിഷന്റെ കൂടെ അങ്ങനെ പാസ്സായ ഒരു വീടാണിത്. 5 വർഷമായിട്ട് താമസിക്കുന്നത്. അന്ന് മുതൽ ഉണ്ടായിരുന്നൊരു അപകട ഭീഷണിയാണ് അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തി. പക്ഷെ അപ്പൊ പറയുന്നത് സ്വന്തം നിലയിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് അവിടത്തേക്ക് കേബിൾ വലിക്കണം എന്നാണ്. അതിന് ചിലവാകുന്ന ഒരു വലിയ ഭീമമായ തുക കണ്ടെത്താൻ ഇപ്പോൾ ഗോപിയേട്ടന് പറ്റുന്നില്ല. ആ രീതിയിലൊക്കെ എല്ലാരെയും പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആൾക്കാരോട് പറഞ്ഞു, അധികൃതരുടെ ശ്രദ്ധയിലും പെടുത്തി. പക്ഷെ ഇങ്ങനൊരു ഓപ്ഷനാണ് വെക്കുന്നത്. നമ്മൾ ഈ KCB ലൈനൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്വന്തം പറമ്പിലൂടെ ആദ്യം ഒരു കൺസേൺ നൽകുന്നത് അത് ഒരു നല്ല മനസ്സുകൂടിയാണ്. അതിനുശേഷം അവരെ അത് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് ആകുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ വീട്ടുപറമ്പിലൂടെ KCB ലൈൻ പോകുന്നുണ്ടെങ്കിൽ ആജീവനാന്തം അതിന്റെ ദുരിതം കൂടി അനുഭവിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വന്തം നിലയിൽ പോസ്റ്റ് ഇട്ടോ എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അവര് പുറത്തിറങ്ങി കളിക്കുമ്പോഴൊക്കെ ഇതൊരു പേടി തന്നെയാണല്ലേ? അതെ, അവര് കളിക്കുന്ന സമയത്ത് അറിയാതെ വടി കൊണ്ട് തട്ടി മേലെ ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ 7 അടി മേലെ ഹൈറ്റ് ഇല്ല. അപ്പൊ അറിയാതെ തന്നെ മുട്ടുന്നുണ്ട് പൈപ്പിൽ. അതുകൊണ്ട് കുറച്ച് അപകടം കുറഞ്ഞു കിട്ടി. പക്ഷെ മഴക്കാലം എങ്കിൽ പച്ചക്കമ്പലെടുത്ത് അടിക്കുന്ന സമയത്ത് മഴയും ഉണ്ടെങ്കിൽ അതെ, കുഞ്ഞുങ്ങൾ നമുക്ക് എല്ലാ സമയത്തും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഒന്നാമത് വേറെ ഇല്ലല്ലോ, കുഞ്ഞിക്കാകില്ല, ഇത്ര ഇല്ല സ്ഥലമില്ലല്ലോ. അപ്പോൾ ഗോപിയേട്ടൻ്റെ ആ ഒരു വലിയ വിഷമം കണ്ടറിഞ്ഞാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രേക്ഷകരിലേക്കും അധികൃതരിലേക്കും ഒക്കെ എത്തട്ടെ. ഈ ഒരു മഴക്കാലത്ത് തന്നെ അതിനൊരു പരിഹാരം ഗോപിയേട്ടനും കുടുംബത്തിനും സമാധാനപരമായി ഇവിടെ ജീവിക്കാനുള്ളൊരു അവകാശം അത് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്.